ആരും പോകാൻ പാടില്ല. പൈസ കിട്ടാത്ത ഒരു പരിപാടിയാണ് ഒരു മെമ്പർഷിപ്പ്. അതിന്റെ തെളിവാണ് ഇവിടെ. പണം കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള കുറെ വാദമുഖങ്ങളാണ് അദ്ദേഹവും വേറൊരു സുഹൃത്ത്. അദ്ദേഹം മഴവിൽ മനോരമയിൽ അത്യാവശ്യം റേറ്റിംഗ് ഉള്ള ഒരു സ്റ്റാൻഡിംഗ് കോമഡി പരിപാടിയാണ് ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്നുള്ള പരിപാടി. 5 മാസമായിട്ട് പേയ്മെൻറ്റ് 90 ദിവസം പേയ്മെൻറ്റ് കൊടുക്കുന്നതാണ് ഒരു എഗ്രിമെൻറ്റ്. 5 മാസം കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉള്ളതുകൊണ്ട് പലരും ഇതുപോലത്തെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അങ്ങനെ ഒരു പറഞ്ഞൊരു കാര്യമായിട്ട് കാണാം. അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്, പറഞ്ഞ വാക്കാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. ഞാൻ ഈ പറഞ്ഞ വീഡിയോ ഇടയിൽ ആരും ഞാൻ പറ്റിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുവാണെങ്കിൽ ഞാൻ നിരുപാധികം മാപ്പ് പറയാൻ തയ്യാറാന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അപ്പോഴാണെങ്കിൽ കൂടുതൽ ഞാൻ ഈ വീഡിയോ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഒരുപാട് ഇതിൻ്റെ അടിയിൽ കമൻറ്റിലേക്ക് നോക്കിയപ്പോൾ ഇതുവരെ അറിയപ്പെടുന്നവരാരും വ്യക്തമായിട്ടൊന്നും ഇതിനകത്ത് പറഞ്ഞു. ചിലർ പറ്റിച്ച് പ്രോഗ്രാം പറ്റിപ്പാണ് തട്ടിപ്പ്, അതല്ല ഭൂരിപക്ഷം ആൾക്കാർ ഇതിനകത്ത് ഇതായിട്ട് ബന്ധപ്പെട്ട് അഭിനയിച്ച ആൾക്കാർ കൂടുതലും പറഞ്ഞ് പറ്റിച്ചിട്ടില്ല. ഞങ്ങൾ 2 പ്രാവശ്യം പരിപാടിയിൽ പങ്കെടുത്തു, 3 മാസമായപ്പോൾ പേയ്മെൻറ്റ് കിട്ടിയല്ലോ. ഇങ്ങനെ ഒരുപാട് പേര് പറയുന്നത്. ഞാൻ 2 ചെയ്തിരുന്നു, പേയ്മെൻറ്റ് കൃത്യമായി കിട്ടി, 90 ദിവസം കിട്ടി, നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും സുഹൃത്തെ. പിന്നെ ഇതിനകത്ത് ഞാൻ ശ്രദ്ധിക്കപ്പെട്ടത് ഒരു മിസ്റ്റർ ഷാ ബിൻ ഷാ, അദ്ദേഹം കുറച്ച് വലുതായിട്ട് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ സെർച്ച് ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പേജിൽ ഇതിന് ഉത്തരം നൽകി. കാര്യം ഇദ്ദേഹം വ്യക്തമായിട്ട് ഇതിനെപ്പറ്റി കാര്യങ്ങൾ പറയാം. അപ്പോൾ ഞാൻ അത് ശ്രദ്ധിച്ചു. പുള്ളി നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ വ്യക്തമായിട്ട് എന്താണ് പ്രോഗ്രാം നടക്കുന്നത്, എന്താണ് പുള്ളിക്ക് സംഭവിച്ചതെന്ന് പറയുന്നുണ്ട്. ഒരു ചിരി ബമ്പർ ചിരിയിൽ പോകുന്ന ആളുകൾ പണം കിട്ടാതെ കബളിപ്പിക്കപ്പെടുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറയുന്നത്. സ്റ്റേജിൽ വെച്ച് കൊടുക്കുന്ന പൈസ ക്യാമറ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരികെ വാങ്ങി വെച്ച് അവരെ കബളിപ്പിക്കുകയാണ്. ഷാബിൻ ഷാ പറഞ്ഞത് നമുക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അദ്ദേഹം ഒരു മഴവിൽ മനോരമയോട് വ്യക്തമായിട്ടൊക്കെ നേരത്തെ പറഞ്ഞു നമുക്ക് തോന്നാം. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുണ്ട്. നേരത്തെ മറ്റവും പറഞ്ഞാലും ദില്ലിലും പറഞ്ഞാലും കാര്യമുണ്ട്. കാര്യം ഇവർ രണ്ട് രൂപത്തിരിക്കുന്ന ആൾക്കാരാണ്. രണ്ടുപേർക്ക് 2 പ്രശ്നങ്ങളുണ്ട്. ഒരാൾക്ക് പ്രശ്നമില്ല, ഒരാൾക്ക് പ്രശ്നമുണ്ട്. നമുക്ക് എന്ത് കാര്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ വരും. എനിക്ക് മഴവിൽ മനോരമയുടെ കേസിൽ ഇതിനകത്തൊരു എന്തൊരു ക്ലാരിറ്റി കുറവാണ്. ഇത് നേരത്തെ തന്ന സഹോദരന്റെ ചെറിയൊരു മിസ്റ്റേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതായിരിക്കും. വേദനകളെല്ലാം. പിന്നെ ഒരു ഭയം എന്ന സാധനം ഉണ്ടല്ലോ. ഇതിനകത്ത് രക്ഷപ്പെട്ട് എനിക്കൊരു ബിഗ് സ്ക്രീനിലേക്ക് വരാൻ പറ്റും, മറ്റുള്ളിലേക്ക് വരാൻ പറ്റുന്ന ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ ആൾക്കാർ അവരെ പീഡിപ്പിച്ചിട്ടാണ് ഇതുപോലത്തെ പരിപാടി പലപ്പോൾ മുന്നോട്ട് പോകുന്നത് അറിയിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് വന്ന കമന്റുകളിൽ എനിക്ക് തോന്നിയത് പലരും ഇങ്ങനെ ഒരു കുഴപ്പമില്ല, ഞങ്ങൾ വീണ്ടും 2-3 പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട് എന്നൊരു കമന്റ് നോക്കിയാൽ തന്നെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. ശരിയാണ്. കാര്യം ഒരാളെ അത്ര വലിപ്പിച്ചിട്ട് 90 ദിവസം വലിപ്പിച്ചിട്ടൊന്നും പേയ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല.